മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തായ ദീപു ചന്ദ്രന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അവൻ്റെ ഓർമ്മയ്ക്കായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ഞങ്ങളെ വിട്ട് അവൻ പോയി. അപ്പോൾ അവൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു സുഹൃത്തുക്കളെല്ലാം ഒരുമിച്ച് നിൽക്കണം, സുഹൃബന്ധങ്ങളൊന്നും നശിച്ചു പോകരുത്. ഞങ്ങളെല്ലാം കുഞ്ഞുനാളിൽ തൊട്ടേ പഠിച്ചു വളർന്നവരാണ്. അപ്പം ഞങ്ങളുടെ ആ ബന്ധം തകരാതിരിക്കാനും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോൺടാക്റ്റ് ഉണ്ടാവാനൊക്കെ വേണ്ടി അവനാണ് ഞങ്ങൾക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിയത്. ഇപ്പോഴും ആ ഗ്രൂപ്പ് ആക്റ്റീവായിട്ട് നിൽക്കാൻ കാരണം അവനായിരുന്നു. ഞങ്ങളോടുള്ള എല്ലാവരോടുള്ള ആ പഴയ ഒരു സുഹൃത്ത് ബന്ധം നഷ്ടപ്പെടാതെ വണ്ണം കാത്തു സൂക്ഷിച്ചത് അവനായിരുന്നു. ഞങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒരു ആവശ്യം വന്നാൽ തന്നെ എത്രയും പെട്ടെന്ന് ഓടി വരുന്നതും അവർക്ക് മുൻകൈ നിൽക്കുന്നതൊക്കെ അവനായിരുന്നു. അങ്ങനെ ഒരു സഹായിക്കാനുള്ളൊരു മെൻറ്റാലിറ്റിയുള്ള ഒരു സുഹൃത്തായിരുന്നു ഞങ്ങളുടെ ദീപു. അപ്പോൾ അവൻ ഇപ്പോൾ ഞങ്ങളോട് ഇല്ല. അവൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒത്തുചേരുന്ന ഒരു ദിവസമാണിത്. ആ ഒത്തുചേരൽ ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് അത് നമുക്കെന്നും ഒരു ഓർമ്മയായിട്ട് നിൽക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇനി എൻ്റെ ഒരു സുഹൃത്ത് ബിനുവിനെ വിളിക്കണം. അവനും അവൻ്റെ വൈഫും ഇപ്പോൾ അവിടെ വെയിറ്റ് ചെയ്തിപ്പുണ്ട്. ദീപുവിൻ്റെ ചടങ്ങിനായിട്ട് ഞങ്ങൾ തിരഞ്ഞെടുത്ത സ്ഥലം ആശ്രയ ശിശുഭവനായിരുന്നു. അവൻ്റെ മനസ്സുപോലെ ഉള്ളൊരു സ്ഥലമായിരിക്കണമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നിർബന്ധമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു സ്ഥലം ഞങ്ങൾ തിരഞ്ഞെടുത്തത്. ദീപുവിന് വേണ്ടി ഇങ്ങനൊരു കാര്യം ചെയ്യാൻ ആദ്യമായിട്ട് ഞങ്ങളോട് പറഞ്ഞത് ശ്രദ്ധയാണ്. ശ്രദ്ധ ഈ കാര്യം പറഞ്ഞപ്പോൾ തന്നെ എല്ലാവരും അത് അംഗീകരിക്കുകയും അതിന് സാമ്പത്തികമായിട്ടും അല്ലാതെയും ഒരുപാട് സഹായങ്ങൾ ഞങ്ങൾ സുഹൃത്തുക്കൾ ഒരുപാട് പേര് ചെയ്തിരുന്നു. അതിൽ കുറേ ആൾക്കാർക്ക് വരാൻ പറ്റിയില്ല, ഈ ഒരു ചടങ്ങിന് പങ്കെടുക്കാൻ പറ്റിയില്ല. കാരണം അവരുടെയൊക്കെ സാഹചര്യങ്ങൾ കൊണ്ടാണ്. പലരും നാട്ടിലില്ല, പലരും പല സ്ഥലങ്ങളിലാണ്. അതുകൊണ്ടാണ് അവർക്കൊന്നും പങ്കെടുക്കാൻ പറ്റാത്തത്. അപ്പോൾ അവരുടെ എല്ലാവരുടെയും ഒരു സ്നേഹമാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. ഈ ഒരു ചടങ്ങിനായിട്ട് ദീപുവിൻ്റെ കുടുംബത്തെ ഞങ്ങൾ ക്ഷണിച്ചിരുന്നു. അവരും കൃത്യസമയത്ത് എത്തിച്ചേർന്നു. അച്ഛനും അമ്മയും സഹോദരിയും എല്ലാം ഈ ഒരു ചടങ്ങിനായിട്ട് എത്തിച്ചേർന്നു. ദീപുവിൻ്റെ അമ്മയാണ് ഈ നിലവിളക്ക് ഇപ്പോൾ കത്തിക്കുന്നത്.
പ്രിയപ്പെട്ട കൂട്ടുകാരനുമായ ദീപു ചന്ദ്രൻ്റെ ഓർമ്മയ്ക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് ഇവിടെ നാട്ടിലില്ലാത്ത സമയത്താണ് ഇങ്ങനെ സംഭവം നടന്നത്. അപ്പോൾ നമുക്കാർക്കും പങ്കെടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇപ്പോൾ പങ്കെടുക്കാൻ പറ്റുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അവനെ ഒരിക്കലും ഞങ്ങൾ ആരും മറക്കത്തില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ എല്ലാം കൂടെ എപ്പോഴും എന്തിനും എവിടെ വിളിച്ചാലും കൂടെ വരികയും എല്ലാത്തിനും ഞങ്ങളുടെ കൂടെ നിന്നിട്ടുള്ളതും. അപ്പോൾ അവനെ ഒരിക്കലും ഓർക്കാൻ വേണ്ടിയിട്ടെന്ന് പറയാൻ പറ്റത്തില്ല, കാരണം അവൻ ഒരിക്കലും ഞങ്ങളുടെ മുകളിൽ നിന്ന് മറയുന്നില്ല. ഇതിനകത്ത് ഇങ്ങനൊരു ഇത് ചെയ്യാമെന്ന് വെച്ചപ്പം വിഷമവും എല്ലാവർക്കും ഉണ്ടാവും എന്നറിയാം. പക്ഷെ എങ്ങനെ തുടങ്ങി വെക്കണമെന്ന് എങ്ങനെയാണെന്നോ അറിയാത്തത് കൊണ്ട് ഒന്നിച്ച് എല്ലാവരും കൂടുമ്പോൾ ഇങ്ങനൊരു പരിപാടി നടത്താമെന്ന് പറഞ്ഞ് എല്ലാവർക്കും വരാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും അവൻ്റെ ആത്മാവിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു മിനിറ്റ് പ്രാർത്ഥിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ. ആടിൻ്റെ ഓർമ്മയ്ക്കാണ്. എങ്കിലും അവരുടെ കൂട്ടുകാരനും അച്ഛനും അമ്മയും എല്ലാം ഉണ്ട്. അവരെ ഓർമ്മയെന്ന് പറയാനൊക്കത്തില്ല, അവരുടെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. അവരുടെ സ്നേഹിതന്മാർ എല്ലാവരുമാണ്. അവരുടെ ഇനിയും വരാനുണ്ട്. കുറേ പേരെ വന്നിട്ടുള്ളൂ. ഇവിടെ വന്ന് നമ്മുടെ ഈ സ്ഥാപനത്തിൽ വന്ന് ഇത് ഓർമ്മപ്പെടുത്താനും എല്ലാവരുമായിട്ട് സഹകരിക്കാനും എല്ലാം വന്നതിന് ഈ ആത്മാവിന് വേണ്ടി നിശ്ചയാന്തി നേർന്നുകൊണ്ട് ശിശുഭവനിലെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞങ്ങളെല്ലാവരും ഒത്തുചേർന്ന് അവർക്ക് ആഹാരം വിളമ്പി. ദീപുവിന്റെ വേർപാടിൽ ഉണ്ടായിട്ടുള്ള ദുഃഖത്തിന് ഈശ്വരൻ നിങ്ങളെ സമാധാനിപ്പിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. ഈ ഭൂമിയിൽ ജനിച്ചവരെല്ലാം മരിക്കേണ്ടുന്നവരാണ്. നമ്മളെല്ലാം നിൽക്കുന്നത് മരണത്തിന്റെ കീഴിൽ തന്നെയാണ്. ആര് എപ്പോൾ എന്നതിന് മാത്രമേ ഇവിടെ നിശ്ചയമില്ല. പ്രിയ ദീപു ഈ പ്രസ്ഥാനവുമായിട്ട് വളരെ നാളത്തെ ബന്ധവും മുൻപ് ഇവിടെ വന്ന് ഈ പ്രസ്ഥാനത്തെ സഹായിക്കുള്ള ഒരു വ്യത്യസ്തനായ മനുഷ്യൻ, എല്ലാവരെയും പോലുള്ള മനുഷ്യസ്നേഹമല്ല, അത് ആ മുഖത്ത് നിന്ന് തന്നെ നമുക്കത് വായിച്ചെടുക്കാൻ സാധിക്കില്ല. അദ്ദേഹം മരിച്ചു എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. 34-ാമത്തെ വയസ്സിൽ ക്യാൻസർ രോഗത്താൽ ഈ ഭൂമിയിൽ നിന്ന് വേർപെട്ട ഈശ്വര സന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്നു. ആത്മാവിന് ഞങ്ങൾ രക്ഷിച്ചാൽ നൽകുകയാണ്. ഈ പറന്തൽ ആശ്രയ ശിശുഭവനിലെ കുഞ്ഞുങ്ങൾക്ക് ദീപുവിന്റെ മരണത്തോടനുബന്ധിച്ച് അതിന്റെ സ്മരണയ്ക്കായിട്ട് ഇവിടെ അന്നദാനം നടത്തിയ മാതാപിതാക്കളോടും തന്നെ കുടുംബാംഗങ്ങളോടും സുഹൃത്തുക്കളോടും ഒക്കെയുള്ള ആശ്രയ പ്രസ്ഥാനത്തിന് പേരുള്ള എല്ലാവിധ നന്ദിയും കടപ്പാടും ഞങ്ങൾ അറിയിക്കുന്നു. കൊട്ടാരക്കരയിലാണ് ഇതിന്റെ കേന്ദ്ര ഓഫീസ്. എൻ്റെ വീട് തന്നെയാണ് ഇതിന്റെ കേന്ദ്ര ഓഫീസായിട്ടുള്ളത്. എൻ്റെ സ്വന്തം വീട്ടിൽ നിരാശ്രയരായ 1000-ലധികം ആളുകളാണ് സംരക്ഷിക്കപ്പെടുന്നത്. 1994 ഈ സ്ഥാപനം ആരംഭിച്ചത്. ഇവിടെ കേരളത്തിന്റെ പല ജില്ലകളിലായി 1 ഡസനിൽ പരം സ്ഥാപനങ്ങളുണ്ട്. എല്ലായിടും പോയി 2000-ലധികം ആളുകളെയാണ് ഇവിടെ ആശ്രയം ഏറ്റെടുത്തിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായി വയനാട്ടിൽ അവിടുത്തെ ദുരന്തത്തിൽപ്പെട്ട അംഗവൈകല്യം വന്ന ആളുകൾക്കായിട്ടൊരു പുനരധിവാസ കേന്ദ്രം വയനാട്ടിൽ ആശ്രയമായിട്ട് തുടങ്ങുന്നു. അപ്പോൾ ഇത്തരത്തിൽ സമൂഹത്തിൽ എവിടെയൊക്കെയാണോ നമ്മുടെ ശ്രദ്ധയും സംരക്ഷണവും ആവശ്യമുള്ളത് അവിടെയൊക്കെ ഓടിയെത്തി ആളുകൾക്ക്, ദുഃഖം അനുഭവിക്കുന്ന ആളുകൾക്ക്, നിരാശ്രയർക്ക് ആശ്വാസം നൽകുന്നൊരു മഹാപ്രസ്ഥാനമാണ് ആശ്രയം.
നമ്മുടെ മുൻ ചീഫ് സെക്രട്ടറി പ്രിയപ്പെട്ട കെ ജയകുമാർ IAS ആണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഞാൻ എൻ്റെ സെക്രട്ടറിയാണ്. കലയവരൻ ജോസ് എന്നാണ് എൻ്റെ പേര്. എൻ്റെ മകൻ ആശിഷ് ജോസും ഇന്ന് ഈ ചടങ്ങിൽ സംബന്ധിക്കുവാൻ എത്തിച്ചേർന്നു. ഇന്ന് നിങ്ങളെ കാണുന്നതിന് ദീപുവിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്ന് പ്രാർത്ഥിക്കുന്നതിനും ഞങ്ങൾക്ക് ഒരവസരം ലഭിച്ചത് ജീവിതത്തിലെ ഭാഗ്യമായി ഞങ്ങൾ കണക്കാക്കുന്നു. പ്രിയ രാമേന്ദ്രപിള്ള ചേട്ടനെയും വിദ്യാപക ചേച്ചിയെയും പ്രിയ ദിവ്യയെയും മറ്റു കുഞ്ഞുങ്ങളെയും ബന്ധുമിത്രാദികളൊക്കെ ഈശ്വരൻ സമാശ്വസിപ്പിക്കട്ടെ പ്രാർത്ഥിക്കുന്നു. ഒപ്പം കൂടപ്പിറപ്പുകളോടെ സ്നേഹിച്ച സ്വന്തം കൂട്ടുകാർ, അവരുടെ ചങ്കിന്റെ ചങ്കായിരുന്ന പ്രിയ ദീപുവിൻ്റെ ദുഃഖത്തിലാണ് അവരെല്ലാം. അവർക്കെല്ലാം ദൈവം ആശ്വാസം പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ദീപുവിൻ്റെ ഈ ഒരു ചടങ്ങിന് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടിയപ്പോൾ, കാരണം ഒരുപാട് സാമ്പത്തിക ശേഷിയുള്ളവരൊന്നും തന്നെയല്ല ഞങ്ങൾ സുഹൃത്തുക്കൾ ആരും തന്നെ, എങ്കിൽ പോലും എല്ലാവരും ഒത്തുചേർന്നപ്പം പ്രതീക്ഷിച്ചതിനപ്പുറമായിട്ടൊരു സംഖ്യ ഞങ്ങളുടെ കയ്യിൽ കിട്ടി. അപ്പോൾ അത് അർഹതപ്പെട്ടവർക്ക് ബാലൻസ് വന്നത് അർഹതപ്പെട്ടവർക്ക് തന്നെ കൊടുക്കണമെന്ന് എല്ലാവരും കൂടി ഒരുമിച്ച് തീരുമാനിച്ച് അങ്ങനെ അത് അർഹതപ്പെട്ട 3 കരങ്ങളിലേക്ക് അത് ഞങ്ങൾ എത്തിച്ചു. അസുഖത്തൊക്കെ കിടക്കുക എന്നറിഞ്ഞു വന്നതാണ്. മോളും ഒക്കെ ഫോണൊക്കെ ഇല്ല, മരുന്ന് മേടിക്കാനൊക്കെ ഇത്ര വല്ല കഴിഞ്ഞിട്ട് ആഞ്ചല്യം വന്നതാ. ഫോണൊക്കെ എന്തായി? പ്രിയനെ എല്ലാരും അങ്ങനെ ഓരോ തള്ളി നീക്കുവോ? മറ്റു മാർഗം ഇതങ്ങ് വാങ്ങിച്ചാൽ എന്താ പറയാനാ, അവിടെ ഇങ്ങോട്ട് വന്ന് കൊടുത്തങ്ങ് ഇത് ഇങ്ങനെ ആയിപ്പോയതാ. പ്രോഗ്രാമുകളെല്ലാം അവസാനിപ്പിച്ച ശേഷം ഞങ്ങളെല്ലാവരും ദീപുവിൻ്റെ വീട്ടിലേക്ക് പോയി. ഇതാണ് ഞങ്ങളുടെ ദീപുവിൻ്റെ വീട്. ഇവിടെയാണ് അവൻ അന്ത്യവിശ്രമം കൊള്ളുന്നത്.